പാലത്തിലൂടെ നടന്ന് ഞാൻ ഇപ്പുറത്തെ വശത്ത് എത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായ സേനയെ സംബന്ധിച്ച് അവരുടെ ഔപചാരികമായ ഒരു എന്താ പറയുക, അവരുടെ ചടങ്ങുകളിലൂടെയാണ് ഈ പാലത്തിൻ്റെ കംപ്ലീഷൻ അവർ പ്രഖ്യാപിക്കുന്നത്. ആർമിയുടെ വാഹനം 2 തവണ, ഒരു തവണ അങ്ങോട്ടും 2 തവണ ഇങ്ങോട്ടും വരുന്നു. അവർ ഔപചാരികമായ അല്ലെങ്കിൽ ആചാരപരമായ പ്രത്യേകതകളോടുകൂടി ഈ പാലം തുറന്നതായി അറിയിക്കുകയാണ്. അവരുടെ എല്ലാ മുഖങ്ങളിൽ ആശ്വാസം കാണാം. ഞാനിപ്പോൾ സൈനികരുടെ നടുവിലാണ് നിൽക്കുന്നത്. അവരുടെ എല്ലാ മുഖങ്ങളിൽ ആശ്വാസം കാണാം, സന്തോഷം കാണാം. ഈ മിഷനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് കഴിഞ്ഞു പോയത്. നമുക്കും ഒരുപാട് സമയം ഈ പാലത്തിൽ നിൽക്കാൻ കഴിയില്ല. കാരണം ഇനി അങ്ങോട്ട് റെസ്ക്യൂ വാഹനങ്ങൾ ഈ വാഹനത്തിൽ ഇതുവഴി കടന്നു പോവേണ്ടതാണ്. അവരിപ്പോൾ വിജയചിഹ്നം കാണിക്കുന്നു. നമ്മൾ അവരോട് നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. നമ്മൾ ആ സൈനികരെ ഒന്ന് അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പാലത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി അങ്ങോട്ട് വലിയൊരു മിഷൻ നടക്കാനുണ്ട്. ആ മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പാലം ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. നമ്മൾ ഈ പാലത്തിന്റെ രൂപീകരണം എന്നുള്ളത് അത്രമേൽ കാത്തിരുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, വളരെ പെട്ടെന്ന് ഈ മിഷൻ പൂർത്തീകരിക്കേണ്ടത്, അതിന് വളരെ നിർണായകമാകുന്നത് ഈ പാലമാണ്. നമ്മളിപ്പോൾ പാലത്തിന്റെ മറുകരയിലേക്ക് എത്തിയിരിക്കുന്നു. പാലം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള കാര്യം, അക്ഷയ ബെയിലി പാലം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് നമുക്ക് ഈ റെസ്ക്യൂ മിഷൻ വാഹനങ്ങൾ അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന ഘടകം. താഴെ കുത്തിയൊഴുകുന്ന പുഴയുണ്ട്. ആ പുഴയെ വകവയ്ക്കാതെയായിരുന്നു ഇത്രയും നാൾ അല്ലെങ്കിൽ ഇത്രയും ദിവസം രക്ഷാപ്രവർത്തനം നടന്നിരുന്നത്. ബെയിലി പാലം പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി, ഇപ്പോൾ ബെയിലി പാലത്തിന്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. എന്തായാലും ബെയിലി പാലം പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ടിരിക്കുന്നു നമ്മൾ.